5 സെക്കൻഡ് നേരത്തേക്ക് ഓക്സിജൻ ഇല്ലാതായാൽ എന്തു സംഭവിക്കും? ജീവൻ നഷ്ടപ്പെടും എന്നാണ് പറയാൻ വരുന്നതെങ്കിൽ അത് തെറ്റാണ്. 30 സെക്കൻഡ് വരെ ഓക്സിജൻ ഇല്ലാതെ മനുഷ്യൻ നിലനിൽക്കാനാവൂ. ശ്വസനത്തെ സംബന്ധിച്ചിടത്തോളം 5 സെക്കൻഡുകൾ ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ എന്നുപോലും നമ്മൾ ശ്രദ്ധിക്കാൻ ഇടയില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് ആശ്വസിക്കാൻ വരട്ടെ. ലോകത്ത് വലിയ മാറ്റങ്ങൾ ഈ 5 നിമിഷങ്ങളിൽ സംഭവിക്കാം. ഓക്സിജൻ ഇല്ലെങ്കിൽ ഹൂവർ ഡാമും റോമിലെ പാന്തിയോൺ ഗോപുരവുമൊക്കെ ഒരു ഓർമ്മയാവും. കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നടിയും. കാരണം കോൺക്രീറ്റിന്റെ തന്മാത്രകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബൈൻഡിംഗ് ഏജന്റാണ് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതാകുമ്പോൾ കോൺക്രീറ്റ് കട്ടകൾ വെറും പൊടിയായി തീരും. കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ലോഹങ്ങൾ ഓക്സിജൻ അപ്രത്യക്ഷമാകുന്ന ആ നിമിഷം തന്നെ പരസ്പരം വിഘടിക്കപ്പെടുന്നു. കാരണം ലോഹങ്ങൾ പരസ്പരം ഉരസാതിരിക്കാൻ സഹായിക്കുന്ന ഓക്സിഡേഷൻ എന്ന രാസപ്രക്രിയ ലോഹങ്ങളിൽ നടക്കാതെ വരികയും ഓക്സിജനും ലോഹവും തമ്മിൽ ഓക്സിഡേഷൻ വഴി രൂപപ്പെടുത്തുന്ന പാളി ഇല്ലാതാവുകയും ലോഹങ്ങൾ പരസ്പരം സംയോജിക്കപ്പെട്ട് തകരുകയും ചെയ്യുന്നു. ഓക്സിജൻ ഇല്ലാതാവുന്ന സമയത്ത് കടൽത്തീരത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ സൂര്യാഘാതം ഉണ്ടാവും. സൂര്യന്റെ അൾട്രാ വയലറ്റ് രശ്മിയിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളികൾ ഓക്സിജനാൽ നിർമ്മിതമാണ്. സൂര്യതാപത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഓസോൺ പാളികൾ ഇല്ലാതാകുമ്പോൾ സൂര്യരശ്മികൾ നേരിട്ട് ശരീരത്തിൽ ആഘാതമേൽപ്പിക്കുന്നു. എല്ലുകൾക്ക് പുറമേ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ ചെവിയിലെ സ്റ്റേപ്പിസ് പൊട്ടിപ്പോവുകയും ചെയ്തേക്കാം. ഓക്സിജൻ വെറും 5 സെക്കൻഡ് നേരത്തേക്ക് ഇല്ലാതാകുമ്പോൾ തന്നെ ഭൂമി എത്ര ഭീകരമായ അവസ്ഥയിലൂടെയാവും കടന്നു പോവുക എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഓക്സിജൻ ഇല്ലാതാവുക എന്നതിനർത്ഥം അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 21% നിന്ന് കുറഞ്ഞ് വായുമർദ്ദം നഷ്ടമാകുന്നു എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ കടലിൽ 2000 മീറ്റർ ആഴത്തിൽ എത്തുന്നതിന് തുല്യമായിരിക്കും. ഓക്സിജൻ ഇല്ലെങ്കിൽ തീയുണ്ടാവില്ല. വാഹനങ്ങളിലെ ഇന്ധനം ജ്വലന പ്രക്രിയയ്ക്ക് വിധേയമാകില്ല. അതുകൊണ്ട് തന്നെ വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കാത്ത എല്ലാ വാഹനങ്ങളും പ്രവർത്തനരഹിതമാവും. വിമാനങ്ങൾ ഓടുന്നതിനിടയിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവ ഭൂമിയിലേക്ക് പതിക്കും. സൂര്യനിൽ നിന്നുള്ള രശ്മികൾ വായുവിലെ അനേകം കണികകളിൽ തട്ടിയ ശേഷം ഭൂമിയിൽ പതിച്ച് വെളിച്ചമായി പ്രസരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഓക്സിജൻ ഇല്ലാത്തതിനാൽ അന്തരീക്ഷത്തിലെ കണികളുടെ എണ്ണം കുറയുകയും അതുമൂലം ആകാശം ഇരുണ്ടതായി കാണപ്പെടുകയും ചെയ്യുന്നു. 45% ഓക്സിജനാൽ നിർമ്മിച്ചിട്ടുള്ള ഭൂമിയുടെ ഉപരിതലം പൂർണ്ണമായും തകർന്നു വീഴും. അതോടെ ഭൂമി നാമാവശേഷമാവുകയും ചെയ്യും. അത് ഭൂമിയുടെയും മനുഷ്യന്റെയും ഉൾപ്പെടെ സർവ്വനാശത്തിനു തന്നെ കാരണമാകും.